നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിന്റെ മണ്ണിൽ ആര് വിജയം നേടും? തൃശൂർ ആർക്കൊപ്പം? തൃശൂർ ആരെടുക്കും? ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാന വിഷയം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി, ഔദ്യോഗികമല്ലെങ്കിൽ കൂടി സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് BJP ഉറപ്പിച്ചതോടുകൂടി അങ്കലാപ്പിലായിരിക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും. അവർ തന്നെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചില്ലെങ്കിലും സ്വയം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് തൃശ്ശൂരിലെ മത്സരത്തിന്റെ വീറും വാശിയും. തൃശ്ശൂരിൽ TN പ്രതാപൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതാപൻ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിൽ പ്രതാപൻ തന്റെ സിൽബന്ധികളെ കൊണ്ട് തനിക്ക് വേണ്ടിയുള്ള പ്രചരണം ആരംഭിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ ചെറുതല്ലാത്ത ആഭ്യന്തര കലഹത്തിന് തുടക്കമിട്ടിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നമുക്കറിയാമല്ലോ, അവസാന വട്ടം വരെയും സീറ്റ് ആർക്കെന്ന് ഉറപ്പിക്കാനാകില്ല. കാരണം ഒരു സീറ്റിൽ മോഹം കൊണ്ട് നടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. മറുഭാഗത്ത് CPIക്കാണ് സീറ്റ്. ഇടതുപക്ഷത്തിനാണെങ്കിലും CPI ആണ് അവിടെ പരമ്പരാഗതമായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ രാജാജി മാത്യു ആയിരുന്നു. ഇത്തവണ സുനിൽകുമാർ, VS സുനിൽകുമാറിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അതും ഔദ്യോഗികമായൊന്നും ആരും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുനിൽകുമാറിനെ രംഗത്തിറക്കിയാൽ സുരേഷ് ഗോപി വെള്ളം കുടിക്കുമെന്ന് സൈബർ സഖാക്കൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ VS സുനിൽകുമാറിന്റെ പേര് സജീവമാക്കി അവിടെ നിലനിർത്തുക, VS സുനിൽകുമാറിന് നറുക്കു വീഴാനുള്ള സാധ്യത ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഈ പ്രചരണങ്ങളുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. പക്ഷേ ഇവിടെ ഇത്രത്തോളം ഈ രണ്ട് മുന്നണികളും വിരളി പിടിക്കേണ്ട സാഹചര്യം എന്താണ്? അവിടെ തൃശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും വലിയ വേരോട്ടമുള്ള കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റാണെന്നുള്ളത് ഏവർക്കും അറിയാം. ആ തൃശൂരിന്റെ മണ്ണിൽ കഴിഞ്ഞ തവണ TN പ്രതാപൻ 4 ലക്ഷത്തിലധികം വോട്ട് നേടിയാണ് വിജയിച്ചത്. അവിടെ തൊട്ടടുത്ത് വന്ന CPI സ്ഥാനാർത്ഥിയേക്കാൾ 50,000-ത്തിലധികം വോട്ടുകൾക്ക് ആണ് TN പ്രതാപന്റെ വിജയം. ആ TN പ്രതാപന്റെ കോൺഗ്രസ് പാർട്ടി പോലും ഇപ്പോൾ ആകെ പകച്ചു നിൽക്കുന്നു. മറുഭാഗത്ത് CPM ആകട്ടെ ഇവിടെ എന്തും തന്ത്രം സ്വീകരിക്കണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം മുറുകുമ്പോൾ, പ്രചരണം കഴിഞ്ഞ് വോട്ടെണ്ണലിലേക്ക് പോകുമ്പോൾ സംഗതി കൈവിട്ടു പോകുമെന്നറിയുകയാണെങ്കിൽ അപ്പോൾ CPI സ്ഥാനാർത്ഥിയെ കൈവിട്ട് കോൺഗ്രസ് കുത്തിക്കൊടുക്കണം. CPI സ്ഥാനാർത്ഥിയെ കൈവിട്ട് കോൺഗ്രസിന് കുത്തിക്കൊടുക്കണമെന്ന് CPMന്റെ നേതാക്കൾ പറഞ്ഞാലും അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളമാണ് അടിയൊഴുക്കുകൾ. എങ്ങനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാം എന്നത് മാത്രമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ ഓർക്കുന്നത്. അവർ മെനയുന്ന തന്ത്രവും അങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപി ഇതിനകം സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ഓളം അത്രത്തോളം വലുതാണ്. അവിടുത്തെ സാധാരണക്കാരനായ ജനം അത് പ്രതികരണത്തിലൂടെ പറയുന്നുമുണ്ട്. കരുവന്നൂർ വിഷയത്തിൽ അടക്കം മാത്രമല്ല, ജനകീയമായ വിഷയങ്ങളിൽ, സാധാരണക്കാരന്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ, അവന്റെ സുഖ ദുഃഖങ്ങളിലൊക്കെ തന്നെ പങ്കുകൊണ്ടുകൊണ്ട് അവരിലുള്ള ആളായി ജീവിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ചെയ്തത്. അല്ലാതെ കേവലം ഒരു തെരഞ്ഞെടുപ്പിന് വരികയും അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുമ്പോൾ മാത്രം മണ്ഡലത്തിൽ വരികയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാവല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ഒരു മനുഷ്യജീവിയാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അവിടെയാണ് സുരേഷ് ഗോപി മറ്റ് സോക്കോൾഡ് രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും വേറിട്ട് നിർത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീണ്ടും തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് സുരേഷ് ഗോപി തന്നെ എന്ന തീരുമാനം BJP സ്വീകരിച്ചത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം BJP പ്രവർത്തകർ മാത്രമല്ല, തൃശ്ശൂരിലെ ജനങ്ങൾ തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി വന്നപ്പോൾ ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപിയെ കൈപിടിച്ചാനയിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നു. സുരേഷ് ഗോപിക്ക് ഔദ്യോഗികമായ സ്ഥാനമൊന്നുമില്ല. സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ല, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അല്ല, BJPയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ള ആളല്ല. അപ്പോൾ അതൊന്നും അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപിയെ സ്വന്തം റോഡ് ഷോ നടത്തിയ വാഹനത്തിൽ നരേന്ദ്രമോദി ഒപ്പം കൂട്ടണമെങ്കിൽ അത് സുരേഷ് ഗോപി ആരാണ്, തനിക്ക് എത്രമാത്രം പ്രിയങ്കരനാണെന്ന് തൃശ്ശൂരിന്റെ ജനതയോട്, കേരളത്തിന്റെ ജനതയോട് അദ്ദേഹം പറയാതെ പറയുകയാണ്. വേദിയിലേക്ക് ആനയിച്ച് കയറ്റി, വേദിയിലെ പ്രധാനപ്പെട്ട ഇരിപ്പിടം കൊടുത്തു. അപ്പോഴും ഒരു കാര്യം വ്യക്തം, സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തൃശ്ശൂർ പിടിക്കാനാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. തൃശ്ശൂർ ഞാനിങ് എടുക്കുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പറഞ്ഞുവെങ്കിൽ ഇത്തവണ എടുക്കുക മാത്രമല്ല പിടിച്ചെടുക്കുമെന്ന് പറയുന്നു നരേന്ദ്രമോദി.
പറയുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ അവിശ്വസിക്കേണ്ട കാരണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂരിന്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ ഇത്തവണ വലിയ പോരാട്ടം തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CPM-കാരായിട്ടുള്ള ആളുകൾ പോലും, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ പോലും, തൃശ്ശൂർകാർ പോലും പറയാതെ പറയുകയാണ്, ഞങ്ങൾ പാർട്ടി വേറെയാണ്, പക്ഷേ തൃശ്ശൂരിന്റെ മണ്ണിൽ ഇക്കുറി ഞങ്ങളുടെ വോട്ട് സുരേഷ് ഗോപിക്കാണ്. എന്തുകൊണ്ടെന്നാൽ സുരേഷ് ഗോപി പോലൊരു മനുഷ്യസ്നേഹി വിജയിക്കണം. രാജ്യസഭ MP ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫണ്ടുകൾ എത്രത്തോളം കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിച്ചു എന്നുള്ള കണക്കെടുത്താൽ മാത്രം മതി. നാണം കെട്ട് നാറിപ്പോവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളും. കാരണം പതിറ്റാണ്ടുകളായി പാരമ്പര്യമായ 5ഉം 6ഉം 7ഉം തവണ പാർലമെന്റിലും രാജ്യസഭയിലും ഇരുന്ന് ഉണ്ടുറങ്ങിയിരിക്കുന്ന നേതാക്കൾ പോലും ചെയ്യാത്ത അത്രയും വികസന പ്രവർത്തനങ്ങളാണ് വെറും ഒരു ടേം കൊണ്ട് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ചെയ്തത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അധികാരം കൂടി കയ്യിൽ കിട്ടിയാൽ ആ നേതാവിന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കുമെന്ന് തൃശ്ശൂരിലെ ജനതയ്ക്കറിയാം. സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചെത്തുകയാണെങ്കിൽ 2024 രൂപീകരിക്കപ്പെടുന്ന നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രി പദവി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ വിശ്വാസമാണ് തൃശ്ശൂരിന്റെ ജനത ഇപ്പോൾ ഹൃദയത്തിൽ നെഞ്ചേറ്റിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, കേരളത്തിൽ BJP വളരരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ഇടത് വലത് നേതാക്കളുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ BJP ജയിക്കുമെന്ന് വരുന്ന ഘട്ടത്തിൽ അവസാന നിമിഷങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടത്തി ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റൊരു ശത്രുവിനെ വിജയിപ്പിക്കുന്ന തന്ത്രം കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും പയറ്റുന്നത്. അതും തൃശ്ശൂരിന്റെ മണ്ണിൽ പയറ്റാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ ജനങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ ഇക്കുറി ജനങ്ങൾ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് നരേന്ദ്രമോദിയുടെ വാക്കാണ്. കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളത് നരേന്ദ്രമോദിയുടെ വാക്കാണ്. ആ വാക്ക് തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിക്ക് ആ നറുക്ക് വീഴുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.